ഹലോ ജോസ 2025 കൗൺസിലിംഗിന്റെ ഡേറ്റ് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ജൂൺ 3-നാണ് എല്ലാ പ്രോസസ്സും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുൻപായിട്ട് നമ്മൾ എങ്ങനെയൊക്കെ തയ്യാറെടുക്കണം, എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണം എന്നുള്ളതാണ് ഒരുപാട് കുട്ടികളുടെ ഡൗട്ട്. അപ്പോൾ ഈ വർഷത്തെ ഒഫീഷ്യൽ ബിസിനസ് റൂൾസ് എന്ന് പറയുന്ന PDF നോക്കിക്കഴിഞ്ഞാൽ അതിൽ 102-ാമത്തെ പേജിൽ നിങ്ങൾക്ക് നമ്മുടെ ലിസ്റ്റ് ഓഫ് ഡോക്യുമെന്റ്സ് കാണാൻ സാധിക്കും. NIT പ്ലസ് സിസ്റ്റത്തിലേക്ക് നമുക്കറിയാം ആദ്യം നമ്മൾ രജിസ്ട്രേഷൻ ഒക്കെ കഴിഞ്ഞ് സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഓൺലൈൻ റിപ്പോർട്ടിംഗ് ആണ് ആദ്യം കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആ സമയത്ത് വെരിഫൈ ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുള്ള ഡോക്യുമെന്റ്സ് ആണ് ഈ കാണുന്നത്. അതിൽ ഒന്നാമത്തത് ഇത് NIT പ്ലസ് സിസ്റ്റത്തിന്റെ കാര്യമാണ് പറയുന്നത്. NITs, IIITs, GFTIs അഡ്മിഷൻ ആണ്. ആദ്യമായിട്ട് ക്ലാസ് 10ന്റെ മാർക്ക് ഷീറ്റ് വേണം, അല്ലെങ്കിൽ ആധാർ കാർഡ് വേണം, ഓർ ബർത്ത് സർട്ടിഫിക്കറ്റ്. ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലേതെങ്കിലും ഒരെണ്ണം നമ്മുടെ കയ്യിൽ ഉണ്ടായാൽ മതി. രണ്ടാമതായിട്ടുള്ളത് ക്ലാസ് 12ന്റെ മാർക്ക് ഷീറ്റ് വേണം ആൻഡ് സർട്ടിഫിക്കറ്റ് വേണം. ക്വാളിഫയിങ് എക്സാമിനേഷൻ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 12th എന്ത് വേണം, മാർക്ക് ലിസ്റ്റ് വേണം. അതുപോലെ JEE മെയിൻ്റെ അഡ്മിറ്റ് കാർഡ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് ഓഫ് കാറ്റഗറി SC, ST, OBC, NCL, ജനറൽ EWS കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് അതിന്റെ കാറ്റഗറി സർട്ടിഫിക്കറ്റ് വേണം. അതിൽ ഒരുപാട് കുട്ടികളുടെ സംശയം പുതിയത് വേണോ വേണ്ട എന്നുള്ളതാണ്. അപ്പൊ ഇപ്രാവശ്യം നമുക്ക് കൃത്യമായിട്ട് ബിസിനസ് റൂൾസിൽ പറയുന്നുണ്ട്, ഇഷ്യൂഡ് ബൈ ദി കോമ്പീറ്റന്റ് അതോറിറ്റി ഇൻ കേസ് ഓഫ് OBC, NCL ഓർ ജനറൽ EWS. ഈ രണ്ട് കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് the certificate must be issued on or after April 1, 2025. അല്ലാന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് issued online verifiable certificate which must be valid till August 31, 2025. അതായത് ഓഗസ്റ്റ് 31 വരെ വാലിഡിറ്റി ഉള്ള സർട്ടിഫിക്കറ്റുകൾ OBC, NCL ജനറൽ EWS സ്റ്റുഡൻസിനും എന്ത് ചെയ്യാം, NIT പ്ലസ് സിസ്റ്റത്തിലേക്കുള്ള അഡ്മിഷന് വേണ്ടിയിട്ട് ഇതുണ്ടെങ്കിൽ ഓക്കെയാണ്. അതെന്ന് വെച്ചാൽ ഓഗസ്റ്റ് 31 അപ്പുറത്തേക്ക് അതിന് മുന്നേ തന്നെ വാലിഡിറ്റി തീർന്നു പോയിട്ടുള്ള പഴയതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വേഗം പോയിട്ട് പുതിയത് എടുക്കുക. April 1 ശേഷമുള്ള പുതിയത് തന്നെ എടുക്കാൻ ശ്രമിക്കുക. അതല്ലാത്ത ആളുകൾക്ക് ഈ വാലിഡിറ്റി വരെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഓർ ദ ഡേ ഓഫ് ഫിസിക്കൽ റിപ്പോർട്ടിംഗ് അറ്റ് ദി അഡ്മിറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് വിച്ച് എവർ ഇസ് ലേറ്റർ. ഓക്കെ, അപ്പൊ ഇത് രണ്ടിൽ ഏതിലാണോ അതിൽ ഏറ്റവും ലേറ്റർ ഡേറ്റ് ഏതാണ് അതുവരെ വാലിഡിറ്റി ഉള്ളത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 31 ശേഷം OBC, NCL അല്ലെങ്കിൽ ജനറൽ EWS സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയ ആളുകൾക്കൊക്കെ അത് തന്നെ ഉപയോഗിച്ചാൽ മതി. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിന് മുന്നേ ഉണ്ടാക്കിയ ആളുകൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, പുതിയത് ഉണ്ടാക്കണം എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അടുത്തത്, പ്ലീസ് നോട്ട് ദാറ്റ് SC കാറ്റഗറി കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ബൈ മഹാരാഷ്ട്ര സ്റ്റേറ്റ്. അത് നമ്മുടെ മഹാരാഷ്ട്രയിലുള്ള കുട്ടികളെ മാത്രം ബാധിക്കുന്ന കാര്യമാണ്. അഞ്ചാമതായിട്ടുള്ളത് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഫോർ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ഉള്ള ആളുകൾക്ക് അതിന്റെ സർട്ടിഫിക്കറ്റ് വേണം. അത് ആവശ്യമുള്ള ആളുകൾ മാത്രം ഉണ്ടാക്കിയാൽ മതി. അതുപോലെ തന്നെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഫോർ പേഴ്സൺസ് ഹാവിംഗ് ലെസ് ദാൻ 40% ഡിസബിലിറ്റി ഉള്ള ആളുകൾക്ക് അതിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുക. പിന്നെ ക്രോസ് ചെയ്തിട്ടുള്ള ഒരു ബാങ്ക് ചെക്കിന്റെ ഒരു കോപ്പി, ഓക്കെ, ബാങ്ക് ചെക്കിന്റെ ഒരു ലീഫ് ക്രോസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ അല്ലാന്നുണ്ടെങ്കിൽ ഇമേജ് ഓഫ് പാസ്ബുക്ക് വിത്ത് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്. എന്ന് വെച്ചാൽ ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജോസയുടെ സമയത്ത് നമ്മൾ കൊടുക്കുന്ന ഫീസിൽ ഇൻ കേസ് നമ്മൾ വിത്ഡ്രോ ചെയ്തിട്ട് ഈ കൗൺസിലിംഗിൽ നിന്ന് പുറത്ത് വരികയാണെന്നുണ്ടെങ്കിൽ അവർ റീഫണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് നമ്മുടെ കയ്യിൽ വേണം. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഈ PDF-ന്റെ തന്നെ Annexure 7 പോയി കഴിഞ്ഞാൽ ഒരു 1 പേജ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാനുണ്ട്. ഒരു ഡോക്ടറുടെ എന്താ പറയുക സൈനും സീലോട് കൂടിയിട്ട് അത് നമ്മൾ ഉണ്ടാക്കി വെക്കണം. ഒൻപതാമതായിട്ടുള്ളത് OCI ഓവർസീസ് സിറ്റിസൺസ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ പേഴ്സൺസ് ഓഫ് ഇന്ത്യൻ ഒറിജിൻ, അത്തരം ആളുകൾക്ക് അവരുടെ റെസ്പെക്റ്റീവ് കാർഡ് വേണം. പിന്നെ പാസ്പോർട്ട്സ് ഓർ സിറ്റിസൺഷിപ്പ് സർട്ടിഫിക്കറ്റ് ഇഫ് ആപ്ലിക്കബിൾ ആവശ്യമുണ്ടെങ്കിൽ മതി. അപ്പൊ മെയിൻലി ഏതൊക്കെയാണ് വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ 10th സർട്ടിഫിക്കറ്റ് വേണം, 12th വേണം, അതുപോലെ അഡ്മിറ്റ് കാർഡ് വേണം, കാറ്റഗറി സർട്ടിഫിക്കറ്റ് വേണം, പിന്നെ ബാങ്ക് അക്കൗണ്ടിന്റെ പാസ്ബുക്കിന്റെ കോപ്പി വേണം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബേസിക്കലി ആവശ്യമുള്ളത്. ഇൻ അഡീഷൻ ടു ദി അബവ് ഡോക്യുമെന്റ്സ് ദ വെരിഫൈയിങ് officials will also check the special eligibility conditions if any for all the choices including and above the seat is allotted to candidate. അതായത് ഇത് കൃത്യമായിട്ട് തന്നെ വെരിഫൈ ചെയ്യും, ചെക്ക് ചെയ്യും. ഇൻ കേസ് എന്തെങ്കിലും പ്രശ്നങ്ങൾ സർട്ടിഫിക്കറ്റിൽ തോന്നുകയാണെന്നുണ്ടെങ്കിൽ അവർ നിങ്ങൾക്കൊരു ക്വറി അയക്കും. ആ ക്വറി കംപ്ലീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതിന് റെസ്പോണ്ട് ചെയ്യാനുള്ള ഡെഡ് ലൈൻ അടക്കം ഓൾറെഡി നമ്മുടെ ഷെഡ്യൂളിൽ അവൈലബിൾ ആണ്. ഇനി നമുക്ക് IIT-ലേക്കുള്ള അഡ്മിഷനിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഏതൊക്കെ ഡോക്യുമെന്റ്സ് വേണം നോക്കാം. അപ്പൊ ഇത് പ്രത്യേകമായിട്ട് വേറെ തന്നെ ഒരു പേജിൽ IIT-ലേക്കുള്ള റിക്വയർഡ് ഡോക്യുമെന്റ്സ് പറയുന്നുണ്ട്. ഒന്ന് ക്ലാസ് 10th മാർക്ക് ഷീറ്റ് അല്ലെങ്കിൽ ആധാർ അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ്. രണ്ടാമത് ക്ലാസ് 12th മാർക്ക് ഷീറ്റ് ആണ്, അതിൽ മാറ്റമൊന്നുമില്ല. മൂന്നാമത്തത് കാറ്റഗറി സർട്ടിഫിക്കറ്റ്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെയാണ്, പക്ഷെ അതിൽ ചെറിയൊരു വ്യത്യാസമുള്ളത്. ഒന്നുകിൽ കാറ്റഗറി സർട്ടിഫിക്കറ്റ് April 1 ശേഷം ഉണ്ടാക്കിയതായിരിക്കണം. ഓക്കെ, പുതിയത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് April 1, 2025 ശേഷം. അല്ലാന്നുണ്ടെങ്കിൽ July 23, 2025 വരെ വാലിഡിറ്റി ഉള്ളതായിരിക്കാം. July 22 നമ്മുടെ റൗണ്ട് 6 തീരുക. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ IIT-ലേക്കുള്ള അഡ്മിഷൻ July 22 ക്ലോസ് ആവും. അതിനുശേഷം പിന്നെ CSAB-യിലൊന്നും IIT-ലേക്കുള്ള അഡ്മിഷൻ ഇല്ല. അതുകൊണ്ടാണ് July 23 വരെ ഉള്ള വാലിഡിറ്റി ഉള്ളത് അക്സെപ്റ്റ് ചെയ്യുന്നത്. എന്നാൽ NIT-കളിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ജോസ കഴിഞ്ഞിട്ട് വീണ്ടും CSAB-യുടെ 2 സ്പെഷ്യൽ റൗണ്ടുകൾ വരുന്നുണ്ട്. അതൊക്കെ തീരുമ്പോഴത്തേക്കും ഓഗസ്റ്റ് മിഡ് ആകും. അതുകൊണ്ടാണ് ഓഗസ്റ്റ് എൻഡ് വരെ അല്ലാന്നുണ്ടെങ്കിൽ റിപ്പോർട്ടിംഗ് ഡേ വരെയുള്ള വാലിഡിറ്റി ഉള്ളത് വേണമെന്ന് NIT പ്ലസ് സിസ്റ്റത്തിൽ ചോദിക്കാനുള്ള കാരണം ഇവിടെ
ജൂലൈ 23 വരെ വാലിഡിറ്റി ഉള്ളത് എന്താണ് അക്സെപ്റ്റബിൾ ആണ്. ഇത് ഇപ്രാവശ്യം കൊണ്ടുവന്നിട്ടുള്ള ഒരു റിലാക്സേഷൻ ആണ്, നല്ല കാര്യമാണ്. കഴിഞ്ഞ വർഷമൊക്കെ എല്ലാ കുട്ടികളും പുതിയത് ഉണ്ടാക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. ഈ പ്രാവശ്യം അതിന്റെ ആവശ്യമില്ല. ഈ വാലിഡിറ്റി നോക്കുക, അതിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിന് ഇത്രയും വാലിഡിറ്റി ഉണ്ടെങ്കിൽ IIT-യിലേക്കുള്ള അഡ്മിഷൻ അത് മതി. പക്ഷേ NIT-യിലേക്കുള്ള അഡ്മിഷൻ നോക്കുന്ന ആളുകൾ ഓഗസ്റ്റ് 31 വരെ വാലിഡിറ്റി ഉള്ളത് ഉണ്ടാക്കണം. ഓക്കെ. പിന്നെ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റിയുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഇതെല്ലാം പറഞ്ഞതിന് ശേഷം മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട കാര്യം, വ്യത്യാസം നമ്പർ ഓഫ് സർട്ടിഫിക്കറ്റിൽ വ്യത്യാസമുള്ളത് നമ്മുടെ JEE മെയിൻ്റെ അഡ്മിറ്റ് കാർഡ് IIT-യിലേക്കുള്ള അഡ്മിഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ സ്പെഷ്യലി പ്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഓക്കെ. ആൻഡ് ലാസ്റ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പാസ്പോർട്ട്, അതുപോലെ OCI സർട്ടിഫിക്കറ്റ്, PI കോഡ്, ഇതൊക്കെ ആർക്കാണ്? ഇതൊക്കെ പുറത്തുള്ള കുട്ടികൾക്കാണ്. പേഴ്സൺസ് ഓഫ് ഇന്ത്യൻ ഒറിജിൻ, ഓവർസീസ് സിറ്റിസൺസ് ഓഫ് ഇന്ത്യ, അത്തരം ആളുകൾക്കാണ് ഈ പറയുന്ന സർട്ടിഫിക്കറ്റുകൾക്ക് ആവശ്യമുള്ളത്. ഇഫ് ആപ്ലിക്കബിൾ, എല്ലാവർക്കും അതിന്റെ ആവശ്യമില്ല. അപ്പൊ നമുക്ക് വേണ്ടത് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എല്ലാവരും വേണം, ക്രോസ്ഡ് ബാങ്ക് ചെക്ക് അല്ലെങ്കിൽ പാസ്ബുക്കിന്റെ ഫോട്ടോ എല്ലാവരുടെ കയ്യിലും വേണം, അതുപോലെ ഡിസബിലിറ്റി ഉള്ള ആളുകൾക്ക് അതിന്റെ സർട്ടിഫിക്കറ്റ് വേണം, കാറ്റഗറി ഉണ്ടെങ്കിൽ അത് വേണം, പിന്നെ 12th-ന്റെയും 10th-ന്റെയും മാർക്ക് ഷീറ്റുകളാണ് വേണ്ടത്. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ റിക്വയർഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ. ഇതെല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. അതുകൊണ്ട് ആരുടെയും കയ്യിൽ പഴയ അതായത് ഒരു വർഷം അല്ലെങ്കിൽ ഈ പറയുന്ന ജൂണിലോ ഏപ്രിലോ ഒക്കെ വാലിഡിറ്റി കഴിഞ്ഞ വർഷത്തെ OBC NCL EWS ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതെന്തായാലും നിങ്ങൾ പുതിയത് എടുക്കണം. ഇനി നമുക്ക് ജൂൺ 3 ഒരു 10 ദിവസം, വളരെ ഒരാഴ്ചയുടെ ഗ്യാപ്പേ ഉള്ളൂ അല്ലെ, ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ സ്റ്റാർട്ട് ചെയ്യാൻ അലോട്ട്മെന്റ് പ്രോസസ്സുകളൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട്. അതിനുള്ളിൽ കിട്ടുമെന്നറിയില്ല, എന്നാലും ശ്രമിച്ചു നോക്കാം. ഇനി ആരുടെയും കയ്യിൽ പഴയതാണുള്ളതെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ജൂലൈ 23 വരെ വാലിഡിറ്റി ഉണ്ടെങ്കിൽ IIT-യിലേക്കുള്ള അഡ്മിഷൻ അത് മതി. ഓഗസ്റ്റ് 31 വരെ വാലിഡിറ്റി ഉണ്ടെങ്കിൽ EWS OBC NCL കാറ്റഗറിയിലുള്ള കുട്ടികൾ ശ്രദ്ധിക്കുക. NIT-കളിലേക്കുള്ള NIT പ്ലസ് സിസ്റ്റത്തിലേക്കുള്ള അഡ്മിഷന് ആ സർട്ടിഫിക്കറ്റും മതി. ഓക്കെ. ബാക്കി സംശയങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ താഴെ ചോദിക്കുക. ഇനിയും ഒരുപാട് ലൈവുകളും കൗൺസിലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള സംശയങ്ങൾക്കുള്ള മറുപടി പറയുന്ന ലൈവുകളെല്ലാം നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ JEE എഴുതിയിട്ട് ജോസയിൽ പങ്കെടുക്കാനിരിക്കുന്ന എല്ലാ നിങ്ങളുടെ ഫ്രണ്ട്സിനെയും എന്ത് ചെയ്യുക, നമ്മുടെ ചാനലിന്റെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടും കമന്റ് ബോക്സിലേക്കൊക്കെ കൊണ്ടുവരിക. പരസ്പരം നോളജ് ഷെയർ ചെയ്തുകൊണ്ട് കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലാതെ, കോംപ്ലിക്കേഷൻസ് ഇല്ലാതെ നമുക്ക് ഈ വർഷത്തെ ജോസ കൗൺസിലിംഗ് മുന്നോട്ട് കൊണ്ടുപോകണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.